ഏവർക്കും ബോണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC IT പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കയറ്റ് പുറത്തിറങ്ങിയിരിക്കുന്ന സാമ്പിൾ ചോദ്യങ്ങളിലെ പൈത്തണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരിശോധിക്കാം. ഒരു സംഖ്യ ഇൻപുട്ടായി നൽകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഗുണനപ്പട്ടിക പ്രിന്റ് ചെയ്യുന്ന തരത്തിലേക്ക് താഴെയുള്ള പ്രോഗ്രാമിനെ പരിഷ്കരിക്കുക എന്നുള്ളതാണ് ചോദ്യം. നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം പരിശോധിച്ചാൽ num = 5 ഒരു വേരിയബിൾ നൽകിയിട്ടുണ്ട്. ഫോർ I in range 1 to 11, അതായത് 1 മുതൽ 10 വരെയുള്ള നമ്പറുകൾ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം പ്രിന്റ് ചെയ്യേണ്ടത് ആ ഒരു നമ്പർ ആയിരിക്കണം ഇൻറ്റു നം, അതായത് 5 = I ഇൻറ്റു നം, അതായത് ഈ വന്നിരിക്കുന്ന ഈ റേഞ്ചിൻ്റെ വാല്യൂ ഇൻറ്റു ഈ കൊടുത്തിരിക്കുന്ന 5. അപ്പോൾ ഇതിൽ ലഭിക്കുന്നത് 5ൻ്റെ ഗുണനപ്പട്ടികയാണ്. അപ്പോൾ ഈ 5ൻ്റെ ഗുണനപ്പട്ടിക എന്നുള്ളതിന് പകരമായി നമ്മൾ കൊടുക്കുന്ന നമ്പറിനനുസരിച്ചുള്ള പട്ടികയാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ മാറ്റം വരുത്തേണ്ടത് ഈ num = 5 എന്നുള്ളത് 5 എന്നുള്ളതിന് പകരം നാം കൊടുക്കുന്ന നമ്പറിനനുസരിച്ചുള്ള പട്ടികയായിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇതിൽ മാറ്റം വരുത്തേണ്ട ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് മാറ്റം വരുത്തി സേവ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനായി നമ്മൾ പൈത്തൺ ഓപ്പൺ ചെയ്യുകയാണ്. പൈത്തൺ ഓപ്പൺ ചെയ്യുന്നതിന് 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പൈത്തൺ IDLE എന്നുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആ ഒരു എഡിറ്റിംഗ് വിൻഡോ ലഭിക്കുന്നതിന് വേണ്ടി ഫയൽ, ന്യൂ ഫയൽ എന്നുള്ളതിലേക്ക് വരുന്നു. എന്നിട്ട് അതിനുശേഷം നമ്മൾ ആദ്യത്തെ ആ ഒരു ലൈൻ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. num = 5 എന്നതിന് പകരം നമ്മൾ ഇനി കൊടുക്കുന്ന വാല്യൂ ആയിരിക്കണം. അതൊരു ഡെസിമൽ അല്ലാത്തത് കൊണ്ട് ഇൻറ്റ് എന്നൊരു ഡേറ്റ ടൈപ്പ് കൊടുക്കുന്നു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിക്കൊണ്ട് ഇൻപുട്ട് എന്ന് കൊടുക്കുകയാണ്. ഇനിയുള്ളത് ഇൻപുട്ട് ആയിരിക്കണം. ഇനി മുതൽ ഇൻപുട്ടാണ്. ഇനി ഇൻപുട്ട് എന്താണ് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ടെക്സ്റ്റ് ചേർക്കുകയാണ്. അതിന് വീണ്ടും ഒരു ബ്രാക്കറ്റ് തുറന്നതിന് ശേഷം നമ്മൾ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കുകയാണ് എൻറ്റർ എ നമ്പർ. അതിനുശേഷം ആ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തിരുന്നു. ഇനി നമ്മളിവിടെ 2 ബ്രാക്കറ്റ് ഓപ്പൺ ആയതുകൊണ്ട് 2 ബ്രാക്കറ്റുകളും ക്ലോസ് ചെയ്യുകയാണ്. 2 ബ്രാക്കറ്റുകളും ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഫോർ I in range എന്നുള്ള ആ ഒരു ലൂപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കോഡ് കൊടുക്കുകയാണ്. അതിനുശേഷം ഫുൾ കോളൻ ഇട്ടതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എവിടെയാണോ കഴ്സർ വരുന്നത് അവിടെ തന്നെ ആയിരിക്കണം നമ്മൾ ബാക്കി പ്രോഗ്രാമുകൾ ടൈപ്പ് ചെയ്യേണ്ടത്. അതിൻ്റെ അലൈൻമെൻറ്റ് മാറിയാൽ അതിൻ്റെ ആൻസർ ലഭിക്കില്ല. അതേ അലൈൻമെൻറ്റിൽ തന്നെ നമ്മൾ ആ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പ്രിൻ്റ് I ഡബിൾ കോട്ട്സിൽ X, num അതൊരു വേരിയബിളായിട്ട് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് അതേപോലെ തന്നെ കൃത്യമായി അതേ സിൻറ്റാക്സ് അനുസരിച്ച് തന്നെ കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് റൺ ചെയ്യാം. നമ്മൾ അധികമായി ചേർത്തത് ഈ ഒരു സെൻറ്റൻസ് മാത്രമാണ് അഡീഷണലായിട്ട് നമ്മൾ ചേർത്തത്. 5ന് പകരം ഈ ഒരു ഇൻപുട്ട് എന്ന ഒരു ലൈൻ മാത്രമാണ് നമ്മൾ ചേർത്തത്. അതിനുശേഷം ഇത് റൺ ചെയ്യുന്നതിന് റൺ മൊഡ്യൂൾ എടുക്കുന്നു. അപ്പോൾ ഇത് സേവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു വിൻഡോ ഒരല്പം വലുതാക്കിയാൽ നമുക്ക് exam 10 ഡോക്യുമെൻറ്റ്സും exam 10 പ്രോഡക്റ്റൊക്കെ എളുപ്പത്തിൽ ലഭിക്കും. exam 10 പ്രോഡക്റ്റ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കിവിടെയൊക്കെ നമ്മുടെ രജിസ്റ്റർ നമ്പർ നൽകി _table എന്ന് നൽകി സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമ്പർ ചോദിക്കുന്നു. നമ്മൾ 12 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ 12ൻ്റെ ടേബിൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് പൂർത്തിയാക്കുന്നത്. ഇതുവരെ വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.